മോർണിംഗ്. രാഗരഞ്ജിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു സർപ്രൈസ് വിസിറ്റുമായിട്ട് കോയമ്പത്തൂരേക്ക് പോവുകയാണ്. എന്താ വിശേഷം എന്നറിയോ? എൻ്റെ മകൾ ഡോക്ടർ കാർത്തിക ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഗൈനക്കോളജിസ്റ്റാണ്. കുറേ തിരക്കുകളൊക്കെ ഉള്ളത് കാരണം വരാൻ പറ്റുന്നില്ല. പിന്നെ കോവിഡിൻ്റെ ഇതൊക്കെ കാരണം നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ക്വാറൻറ്റൈനിലൊക്കെ ഇരുന്നിട്ട് പിന്നെ ഡ്യൂട്ടിക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനും എൻ്റെ മോളും എൻ്റെ മോനും കൂടെ ഒരു സർപ്രൈസ് വിസിറ്റുമായിട്ട് ഞങ്ങൾ കോയമ്പത്തൂരേക്ക് പോവുകയാണ്. കോയമ്പത്തൂർ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഞങ്ങൾ റെഡി ആവട്ടെ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മകൻ അർപ്പിത എവിടെയാ? ഈ ഫുഡൊക്കെ കഴിച്ചു. വീണ്ടും യാത്ര തുടരുകയാണ്. ബാക്കിയെല്ലാം വഴിയെ പറയാം. വിശേഷങ്ങളൊക്കെ നോക്കട്ടെ. കാരണം എനിക്ക് കുറെ സ്ഥലങ്ങൾ ഫേവറേറ്റ് ആണ്. തൃശ്ശൂര്, പാലക്കാട്. പർച്ചേസ് ഉണ്ട്. പർച്ചേസ് പ്രത്യേകിച്ച് പർച്ചേസ് ഒന്നുമില്ല. എൻ്റെ ഒരു മോൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു സാരി എടുക്കണം. പിന്നെ കോയമ്പത്തൂര് നല്ല വെള്ളി കിട്ടാൻ നല്ല ഇതാണ്. വെള്ളിക്ക് പോലീസ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം കോയമ്പത്തൂരിന് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് അങ്ങനെ വെള്ളിക്കോസ് മോക്ക് വേണോ? വാങ്ങിത്തരാമല്ലോ. അതിനെന്താ ഇപ്പൊ രണ്ടാമത്തെ ആൾ കൂടെ എത്തി. മോന് വല്ല വേണോ? എനിക്ക് മാല മതി. അപ്പൊ നമ്മള് ചാലക്കുടിന്ന് ഓർക്കുമ്പോ നമ്മള് പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ആരെയാണ്? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. അതെ, നമ്മുടെ സ്വന്തം മണിച്ചേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള 2 സിനിമ പറഞ്ഞ മമ്മി കണ്ടൽ വെച്ച് മമ്മിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമ. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. ഓ അതെ, അതേപോലെ കരിമാടിക്കൂട്ടനും. ഞാൻ എപ്പോഴും നെഞ്ചിൽ ചേർത്ത് നിൽക്കുന്ന സിനിമകൾ ആണ്. എപ്പോഴും മണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഓർക്കാൻ പറ്റുന്ന ആ നാടൻ പാട്ടുകൾ. ഒരു സ്റ്റേജിലേക്കൊക്കെ കയറുമ്പോൾ മണിച്ചേട്ടൻ വരുവാന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പാട്ട് കേൾക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കാറുണ്ട്. എത്ര തിരക്കായാൽ പോലും നമ്മൾ നിന്ന് കേട്ടു പോകുന്ന പാട്ടുകളാണ്. എപ്പോഴും നമ്മൾ മരിക്കാത്ത ഓർമ്മകൾ തന്നെയാണ് മണിച്ചേട്ടൻ്റെ ആ പാട്ടുകൾ എപ്പോഴും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അപ്പം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരു വലിയൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ആകാശം. ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? ഇങ്ങനെ കാർ വേഗങ്ങൾ ഞാൻ റോഡല്ല കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. ഇങ്ങനെ റോഡിലേക്ക് പോകുമ്പോൾ ഞാൻ മുകളിലേക്കുള്ള ആ ഒരു ആകാശവും അത് ശ്രദ്ധിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എനിക്കറിയില്ല. സാധാരണ 2 സൈഡിലും ഒക്കെയാണ് നോക്കുന്നത് വണ്ടി. ഇതാണ് കുതിരാൻ തുരങ്കം കണ്ടോ? കാണാമല്ലോ. ഞങ്ങൾ കാറിലായോണ്ട് ഇതുവഴിയാണ്. തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ്. ഇതാണ് തമിഴ്നാടിൻ്റെ കേരളത്തിൻ്റെ ബോർഡറായ സഹ്യപർവ്വതം. അറിയാലോ, സഹ്യൻ്റെ മലനിരയിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള സംസ്കാരം തമ്മിൽ വ്യത്യാസം വരാൻ കാരണം ഇത് തന്നെയാണ്. 2 മലനിരയുടെ അപ്പുറം ഇപ്പുറമായിട്ടാണ് കേരളം. ഞങ്ങളങ്ങനെ വാളയാറ് കഴിഞ്ഞ് കോയമ്പത്തൂരേക്ക് കടന്നിരിക്കുകയാണ്. കോയമ്പത്തൂർ ബോർഡറിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കോയമ്പത്തൂർ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ലൈഫിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉള്ളൊരു ഇതാണ്. കാരണം ഓർമ്മകൾ വരുന്നത് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പലായനം ചെയ്യപ്പെട്ടത്. ഞാൻ എത്തിയത് കോയമ്പത്തൂരേക്കായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർ എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റാണ്. അതുപോലെ എൻ്റെ സർജറി കഴിഞ്ഞത് കോയമ്പത്തൂരായിരുന്നു. എൻ്റെ ജൽസ നടന്നത് കോയമ്പത്തൂരായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. സുലൂർ എത്തിയിട്ടുണ്ട്. മകളെ കാത്തിരിക്കുകയാണ്. മകളപ്പം മകളെ കാണാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. മകൾ താമസിക്കുന്നത് ഇതിനടുത്ത് തന്നെയാണ്. അപ്പോൾ ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കാർത്തിക കാണാം. കാരണം ഡോക്ടർ കാർത്തിക
ఎగరేసిన సత్యదిలోన ఒక తోడు ఎదకోరిని അപ്പൊ ഞങ്ങള് മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഞാനും അർപ്പിതയും മോൾ കാർത്തികയായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ഞങ്ങള് കോയമ്പത്തൂർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. മോൾക്കൊരു സാരിയും പിന്നെ ഒരു പാദസരമൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ നമ്മൾ നോക്കട്ടെ പർച്ചേസിങ് എങ്ങനെയാണെന്ന്. വളരെ വിലക്കുറവാണ്, എല്ലാം വളരെ വിലക്കുറച്ച് തന്നെ ഇവിടെ കിട്ടും. അപ്പോൾ നല്ല തിരക്ക് സമയമാണ്. ഇതാണ് സാരി കളക്ഷൻ. വളരെ നല്ല കളക്ഷൻ, ചെറിയ ഷോപ്പാണെങ്കിലും നല്ല വില കുറഞ്ഞായിട്ട് നല്ല സാരീസ് ഒക്കെ ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്. കട പേരെന്നാ? പ്രതീക്ഷ ടെക്സ്റ്റൈൽസ്. ഓക്കെ. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളിപ്പോൾ എത്തിയിട്ട് 12-12:30 ഇവിടെ എത്തിയപ്പം. അതുകൊണ്ട് ബാക്കി ഒന്നും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല ടയേർഡാണ്, ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പം ഞങ്ങളുടെ സന്തോഷങ്ങളൊക്കെയാണ് നിങ്ങളെ അറിയിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.